നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അവസാനത്തെ ശരണം ദൈവം മാത്രമേ ഉള്ളൂ. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നോ? ഇത് അങ്ങോട്ട് നോക്കി കണ്ണടച്ച് നിൽക്കണം. 15 മിനിറ്റ് കണ്ണ് തുറക്കാൻ പാടില്ല. 15 മിനിറ്റ് കഴിയുമ്പോ ഇനി തുറന്നൊരു ശബ്ദം കേൾക്കും. അപ്പൊ കണ്ണ് തുറക്കണം. അപ്പൊ ആകാശത്തൊരു ജ്യോതി ഇങ്ങനെ പൊങ്ങി വരും. ജ്യോതി വന്നിട്ട് ആ ജ്യോതിയോട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അപ്പൊ നടക്കും. പക്ഷെ പ്രാർത്ഥിക്കുന്നത് വൃത്തിയായിട്ട് പ്രാർത്ഥിക്കണം. ഇത് അങ്ങോട്ട് നോക്കിക്കണം, കണ്ണെടുക്കരുത്. ജ്യോതിയെ കാണുമ്പോ പേടിക്കാതെ ആവശ്യമുള്ള കാര്യം പറയണം. കാശിന്റെ കാര്യം പറയുമ്പോ എന്റെ കൂടെ ചേർത്ത് പറയണം. കണ ഗുണാന്ന് പറയരുത്. മനസ്സിലായോ? അങ്ങോട്ട് നോക്കിക്ക്. കണ്ണടച്ചോ, തുറക്കരുത്, ഒളിഞ്ഞു നോക്കരുത്. പ്രാർത്ഥിച്ചോ. ഇപ്പൊ വരും ജ്യോതി, ഇപ്പൊ വരും. കണ്ണു തുറക്കല്ലേ. പാവം കിരൺ ബേദി ദില്ലിയിലെ ജനങ്ങളുടെ സ്നേഹം കണ്ട് കണ്ണു നിറഞ്ഞുപോയി എന്ന് പറഞ്ഞയാളാ. ഏതായാലും ഇങ്ങനൊരു പണി കിട്ടുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചില്ല. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം തെറ്റാകുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ ഇങ്ങനെ തെറ്റുമെന്ന് പ്രതീക്ഷിച്ചേ കാണില്ല. ഏതായാലും കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇതുപോലായി. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ? ആന എവളെ കണ്ടോടി കാണും. കണ്ണുനീർ മൂകേലുകൾ കവിളത്തു പെയ്യും ഈ പെണ്ണിന്റെ